തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയതിനു പിന്നാലെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് UDF പുതിയ കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ ചേർന്ന UDF ഏകോപന സമിതി യോഗത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. കേവലം തെരഞ്ഞെടുപ്പ് ജയം എന്നതിലുപരി ഇടതുമുന്നണിയെയും BJPയെയും ഒരുപോലെ പ്രതിരോധിക്കാനുള്ള വിപുലമായ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് UDF ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ UDF കൈവരിച്ച മുന്നേറ്റത്തിന്റെ ആഴം വ്യക്തമാകും. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ UDF കൈവരിച്ച മുന്നേറ്റത്തിന്റെ ആഴം വ്യക്തമാകും. LDFനേക്കാൾ 5% വോട്ട് വിഹിതം അധികം നേടിയാണ് UDF ഇത്തവണ കരുത്ത് തെളിയിച്ചത്. കൃത്യമായി പറഞ്ഞാൽ UDF 38.81% വോട്ടുകൾ നേടിയപ്പോൾ ഭരണകക്ഷിയായ LDFന് 33.45% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. BJP നയിക്കുന്ന ഇന്ത്യയുടെ വോട്ട് വിഹിതം 14.71% ഒതുങ്ങി. വോട്ടിംഗ് ശതമാനത്തിലെ ഈ 5.36% വലിയ വ്യത്യാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴി തുറക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. സീറ്റുകളുടെ എണ്ണത്തിലും UDF വലിയ ആധിപത്യമാണ് പുലർത്തിയത്. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 505 UDF ഭരണമുറപ്പിച്ചു. LDFന് 340 പഞ്ചായത്തുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. BJPക്ക് 26 പഞ്ചായത്തുകളിൽ ഭരണം ലഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ 152-ൽ 103 UDF സ്വന്തമാക്കി. ജില്ലാ പഞ്ചായത്തുകളിൽ 10 UDF വിജയിച്ചപ്പോൾ 4 മാത്രമാണ് LDFന് ഭരണം നിലനിർത്താനായത്. നഗരസഭകളിൽ 87-ൽ 54 UDF വിജയിച്ചു. LDF 28 നഗരസഭകളിൽ ഒതുങ്ങി. കോർപ്പറേഷനുകളിൽ 6-ൽ 4 UDFന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. കൊച്ചി, കൊല്ലം, കണ്ണൂർ, തൃശൂർ കോർപ്പറേഷനുകളിൽ UDF തിരിച്ചുപിടിച്ചു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകൾ നേടി NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത് ശ്രദ്ധേയമാണ്. ഈ ആത്മവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുന്നണി വിപുലീകരണത്തിലേക്ക് UDF ഔദ്യോഗികമായി കടന്നത്. PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് കേരള യൂണിറ്റ്, CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭ എന്നിവരെ അസോസിയേറ്റ് അംഗങ്ങളായി മുന്നണിയിലെടുക്കാൻ കൊച്ചിയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അൻവറിന്റെ വരവ് വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് UDF കരുതുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ ഉയർത്തുന്ന വിമർശനങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് നീക്കം. മുന്നണി വിപുലീകരണ ചർച്ചകൾക്കിടെ ചില നാടകീയ രംഗങ്ങളും അരങ്ങേറി. NDA വിട്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസ് UDFൽ അസോസിയേറ്റ് അംഗമായി എത്തിയെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും താൻ ഇപ്പോഴും NDA വൈസ് ചെയർമാൻ ആണെന്നും UDFലേക്ക് കത്ത് നൽകിയിട്ടില്ലെന്നും ചന്ദ്രശേഖരൻ പിന്നീട് പ്രതികരിച്ചു. ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയത്. തങ്ങളെ ഇങ്ങോട്ട് സമീപിച്ചവർക്ക് മാത്രമാണ് മുന്നണിയിൽ അംഗത്വം നൽകുന്നതെന്നും ചന്ദ്രശേഖരൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു പ്രധാന ചർച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ചായിരുന്നു. മാണി ഗ്രൂപ്പിനെ മുന്നണിയിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ടെങ്കിലും PJ ജോസഫ് അതിനെ ശക്തമായി എതിർക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിന്റെ കോട്ടകളിൽ UDFന് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ സാഹചര്യത്തിൽ അവരെ തിരികെ എടുക്കേണ്ടതില്ലെന്ന നിലപാടാണ് ജോസഫ് വിഭാഗത്തിന്. തൽക്കാലം ഈ വിഷയം UDF മാറ്റിവെച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജനുവരി 15-നകം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആദ്യവാരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ രാഷ്ട്രീയ ജാഥ സംഘടിപ്പിക്കും. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള പ്രത്യേക പ്രകടന പത്രിക ഈ ജാഥയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനും സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിക്കാനും ധാരണയായിട്ടുണ്ട്. ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ആവേശം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്താനാണ് UDF ലക്ഷ്യമിടുന്നത്. തദ്ദേശ ഭരണതലത്തിൽ ഒരു കാരണവശാലും BJPയുമായോ LDFുമായോ വിട്ടുവീഴ്ചയോ സഖ്യമോ ഉണ്ടാക്കില്ലെന്നും UDF നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വരും മാസങ്ങളിൽ കൂടുതൽ കക്ഷികൾ UDFന്റെ ഭാഗമാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് കൊച്ചിയിലെ യോഗം പിരിഞ്ഞത്. വോട്ട് വിഹിതത്തിലെ ഈ വലിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ സാധിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം.